ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് 3 ഐറ്റംസാണ്. വെണ്ടക്ക മെഴുക്ക് പുരട്ടി, ചിരങ്ങ താളിച്ചത്, പടവല തോരനുമാണ് കേട്ടോ. അങ്ങനെ 3 സംഭവമാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കുന്നതിന് മുന്നേ വീഡിയോ ആരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഒരു മീഡിയം സൈസ് സവാള, വെണ്ടയ്ക്ക, 2 ഇല്ലി കറിവേപ്പില, ഒരു പച്ചമുളക് ആണ് ഇതിന് വേണ്ട സാധനങ്ങൾ. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കണം. ഉള്ളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില എന്നിവ 3 ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. വെണ്ടക്ക ഒരുപാട് വാടണമെന്നില്ല, എന്നാലും ചെറിയ രീതിയിലൊന്ന് വാടി കിട്ടണം. അങ്ങനെ ഈ നിറമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച വെണ്ടക്ക ഇട്ട് കൊടുക്കാം. വെണ്ടക്ക ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നന്നായി ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിക്കുന്നത് വരെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചട്ടിയിൽ ഇതുപോലെ വിട്ട് വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി യോജിപ്പിക്കരുത്, കാരണം എന്താണെന്ന് വെച്ചാൽ ഉടഞ്ഞു പോകും. ഇപ്പോൾ ഒരു പശ മാതിരി ആയി പോകും. പിന്നെ ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ വെച്ചതുമാതിരി അങ്ങനെ വെച്ച് കൊടുക്കണം. അങ്ങനെയാണ് കുക്കാവേണ്ടത്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പശ മാതിരിയായി പോവും. അപ്പോൾ ഒരു കഴിക്കാനും രസമുണ്ടാവില്ല. അങ്ങനെ വെണ്ടക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാട്ടോ.
ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിരങ്ങ താളിച്ചതാണ്. നല്ല സൂപ്പർ ടേസ്റ്റിൽ എങ്ങനെ ഒരു ചിരങ്ങ താളിച്ചത് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇറച്ചി മീൻ ഇല്ലാത്ത ദിവസം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, സൂപ്പർ ടേസ്റ്റാട്ടോ. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ചിരങ്ങ കട്ട് ചെയ്തത്, പച്ചമുളക്, കറിവേപ്പില. ചിരങ്ങ ഇതേപോലെ സ്ലൈസാക്കി കട്ട് ചെയ്താൽ മതി കേട്ടോ. വലുതാക്കി കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യേണ്ട, അതേപോലെ സ്ലൈസാക്കി കട്ട് ചെയ്താൽ മതി. പിന്നെ കറിവേപ്പില, 2 പച്ചമുളക് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ചിരങ്ങയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കണം. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിന് വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ച് കൊടുത്ത് മൂടി വെച്ച് ഒന്ന് വേവിക്കണം കേട്ടോ. ഒരു 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം കുക്കറും തുറന്ന് കൊടുക്കുക. വിസിൽ വന്നതിന് ശേഷം അങ്ങനെ വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഉടയാത്ത ചിരങ്ങയുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ഈ കയ്യിൽ കൊണ്ട് ചെയ്ത പോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു ചട്ടിയെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 5 ചെറിയുള്ളി സ്ലൈസാക്കി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് മൂത്ത് വരണം, അതായത് ഒരു ഗോൾഡൻ കളറാവണം ഈ ചെറിയുള്ളി. അങ്ങനെ ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് 2 ഇല്ലി കറിവേപ്പില ഇട്ട് കൊടുക്കണം. രണ്ട് ഇല്ലി കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് അതേപോലെ ആയി വരുമ്പോൾ ഈ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിരങ്ങയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ചിരങ്ങയിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക. നമ്മൾ ചിരങ്ങ താളിച്ച് റെഡി ആയിട്ടുണ്ട്. ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ മീൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മീനും ചിക്കനും കൊണ്ടുവരാത്ത ദിവസം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അടിപൊളിയാണ് കേട്ടോ. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ചിരങ്ങത്തോരൻ്റെ റെസിപ്പിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഒരു ചിരങ്ങത്തോരൻ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഒരു ചട്ടി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കണം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതേപോലെ ചിരങ്ങ ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. തേങ്ങ ഇതേപോലെയാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഈ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്താൽ മതി. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം.
അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം തുറന്നു കൊടുത്ത് ഒന്നുകൂടെ മിക്സാക്കി. വെന്തിട്ടില്ലെങ്കിൽ ഇനിയും അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ 2-3 വട്ടം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് തേങ്ങയിൽ കറിവേപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളി, ഒരു ചുണ വെളുത്തുള്ളിയും കൂടെ ഇട്ടുകൊണ്ട് അരച്ചെടുത്തതാണ് ആ തേങ്ങാ മിക്സ്. അതിലേക്ക് ഈ മത്തനിലേക്ക് ചമ്മന്തി അരച്ചിട്ടാണ് ഞാൻ തോരൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കേണ്ടവർക്ക് ഉണ്ടാക്കാം, അല്ലാത്തവർക്ക് തേങ്ങ ജസ്റ്റ് ചിരകിയത് ഇട്ട് കൊടുത്തുകൊണ്ട് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിരങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.